ആമീർക്ക 15-ാം നൂറ്റാണ്ടിൽ ഗീലാനി നമ്മുടെ അക്ബർ രാജാവിന് കൊടുത്ത സമ്മാനാണ്. എങ്ങനെയുണ്ട്? എടാ ഷഫീഖേ, ഇത്രയും നല്ല സാധനം ആ മൂലക്കുറുക്ക് കൊടുക്കണോ? അളിയാ, അതാ ഞാനും പറഞ്ഞേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് പോലും ഇല്ലടാ. എടാ ഇത് നമുക്ക് എടുക്കാടാ. എടാ ഷഫീഖേ, ഇത് കൊടുക്കണ്ടടാ. ഇക്ക നീ കൊഞ്ചം ലാജിക്കാ തിങ്ക് പண்றா. ഇതെന്തായാലും ഡോക്ടറിനുള്ളതാ. നിങ്ങൾക്ക് അറിയാലോ, ആ ഒറ്റ മനുഷ്യൻ കാരണമാണ് ഞാനിപ്പോ മര്യാദയ്ക്ക് നടക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതൊക്കെ. ഓർക്കുമ്പോൾ തന്നെ പേടിയാവാണ്. അല്ലെങ്കിലും ഓരോരുത്തർ കഴിക്കുന്ന അരിമണിയിൽ അവരവരുടെ പേരുണ്ടെന്നാണ്. ഞാനിത് മുഴുവൻ തപ്പിട്ട് ആ ഡോക്ടറെ പേരൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറയുമ്പോ ഇതെന്തായാലും ഡോക്ടറിന് തന്നെ കൊടുക്കും. പോയി വണ്ടിയില് കയറി എല്ലാத்தையும் എടുത്തു കൊടുക്ക്. വേണമെങ്കിൽ എന്റെ ആട്ടവും കൂടെ എടുത്തു കൊടുക്ക്. ഇതുപോലൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന തന്റെ ആ സർഗശേഷി ഉണ്ടല്ലോ, സർഗ ചേച്ചിനാ ക്രിയേറ്റിവിറ്റി, പുതുമ പുതുമ. അടുത്ത ഷെഡ്യൂളിൽ നമ്മുടെ ലൊക്കേഷൻ കൊണ്ടുവച്ചേ ഇതുകൊണ്ട് ഞാൻ കലക്കും. ഇപ്പൊ ഡോക്ടറിനെ കണ്ട ശരിക്കും അക്ബർ ചക്രവർത്തി ഹുക്ക വലിക്കുന്ന പോലെ ഉണ്ട്. സാർ സാർ, എന്താ മഹർഷി? എനിക്കൊരു പുക. സാർ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ? ഞാൻ ഒന്ന് വിളിച്ചോട്ടെ സാർ? വേണ്ട വേണ്ട വേണ്ട, ഒന്ന് അടങ്ങിയിരിക്കും. നാണം കെടുത്താതെ ചുമ്മാ. ഡോക്ടർ, ഇതൊക്കെ ഷഫീഖിനൊരു സന്തോഷമാണ്. സൂപ്പർ. ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോ ഇത്ര ആക്രമണം കാണിക്കാൻ പാടില്ല. ആകെ നാണം കടത്തി കളഞ്ഞു. ഇതുപോലെ ഊതുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ലടാ ഷഫീഖ്. സത്യോടാ, നീ വീണണ്ട. ഷഫീഖ്, ഷഫീഖ്, ദുബായ് ഷഫീഖ്, ഇറങ്ങ് ഷഫീഖ്. ഷഫീഖ്, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഒരു വഴി വെട്ടി എന്റെ അമീർക്കാനെ വീട്ടിലേക്ക് എത്തിക്കാൻ. ഇക്ക, ഞാൻ അവളെ കിട്ടിയ നിങ്ങക്ക് ഓട്ടോ ഇല്ല, വിമാനം കയറാനുള്ള വഴി ഞാൻ തരും. പോരെ? ആട്ടോ മതിരാ. ഓട്ടെങ്കിൽ ഓട്ടോ. ഷഫീഖേ, ഇപ്പൊ ഈ സമയത്ത് അവളുടെ വീട്ടിലോട്ട് പോണോ? എന്തേ? ഏയ്, അതിന് അവളുടെ വീട്ടിലേക്കല്ല പോണേ, എന്റെ വീട്ടിലേക്കല്ല പോണേ. കം. എന്താ ഇവിടെ എന്താ അവിടെ വെറുതെ ഒരു തർക്കഭൂമിയാ. എപ്പ വേണമെങ്കിലും എന്റെ അമ്മായിമ്മ വന്ന് ആക്രമണം നടത്തും. എന്റെ പൊന്ന അമീറണ്ണേ, ഒരു ചെറിയ അതിർത്തി തർക്കത്തിന്റെ പേര് നിങ്ങൾ ഈ രണ്ട് വീട്ടുകാരെ തമ്മിൽ ഇങ്ങനെ അടിയുണ്ടാക്കുന്ന മഹാബോറാട്ടോ. എന്ത് പോറ്? ഈ അതിർത്തി തർക്കം എന്ന് പറഞ്ഞ ആഗോള പ്രശ്നമാണ്. ഇതിന്റെ പേരിലാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരെ ഉണ്ടാവുന്നത്. പിന്നെയാണ് അതിന്റെ വീറ വീട്ടുകാർ. പേടിക്കണം, വാണ്. ഓ, ഈ റമലയുടെ കരച്ചിലും. ഇവിടുത്തെ അവിടെ പോയി കിടക്കുക. ഇവിടുത്തെ എവിടെ?
നിങ്ങൾ ആ ഹൈവേ സൈഡിൽ താമസിക്കുന്ന ആ ആൾക്കാരല്ല? അതെ. ബന്ധുക്കാരാണോ? ഏയ് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇതേ പോകുന്ന സമയത്ത് ബിരിയാണിയുടെ നല്ല മണം അല്പം തൊട്ട് കേറിയതാ. ഭക്ഷണം ആപത്തിനെ ഒഴിവാക്കുന്നതാണല്ലോ. അങ്ങനെ ഒഴിവാകുവാണെങ്കിൽ ഇവരെ കുറച്ച് ആപത്തുണ്ടെങ്കിൽ അതുകൊണ്ട് ഒഴിവായിക്കോട്ടെ. ആയിക്കോട്ടെ. നൈസായിട്ട് ഞാൻ സ്കൂട്ടായി. അസ്സലാമു അലൈക്കും. എൻ്റെ മകൻ ഷെഫീക്കും കൊച്ചാലമ്മൂട് സൈനു മൻസലിൽ റഷീദിന്റെ മകൾ സൈനബയുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നോക്ക്, ബംഗാളിയുടെ ബിരിയാണിയാ. ഞായറാഴ്ച നിക്കാഹ് നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം. 27-ാം തീയതി ഞായറാഴ്ചയാണ് നിക്കാഹെങ്കില് 10:30 കഴിഞ്ഞിട്ട് മതി. 10:30 വരെ രാഹുകാല. അല്ലുസ്താദെ, നമുക്ക് ഈ രാഹുകാലൊക്കെ ഉണ്ടോ? നൗസ്. അപ്പോ ഇൻഷാ അല്ലാ എല്ലാവരും സഹകരിക്കണം. എന്നാ ഉസ്താദെ ദുആ ചെയ്താലോ? ആ, തോർന്നോളി. ഉസ്തായിരിക്കുമ്പോ ഞാനായിട്ട് തോർന്നോളി. ഉസ്താദിനെ അങ്ങോട്ട് ഞാനായിട്ട് ചെയ്തോളിന്ന് ചെയ്യാല്ലേ? الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين آمين الحمد لله رب العالمين آمين يوافي نحمه ويكافي مسيدا കൊച്ചുസ്താദിന്റെ ദുആ അടിപൊളി ദുആയാണ്. تبارك يا ذا الجلال والإكرام آمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അല്ലാഹ് പടച്ചവനെ തമ്പുരാനെ, ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണേ നാഥ. പടച്ചവന് അറബി അറിയാലോ, പിന്നെ എന്തിനെ ഉസ്താദ് മലയാളത്തിൽ ലേഖടിപ്പിക്കുന്നു? മാഹിറം നീ സ്വർഗ പൂങ്കാവനമാക്കണേ നാഥ. ലോകരക്ഷിതാവായ നാഥാ, ഞങ്ങളെ കാക്കണം നാഥാ. ഞങ്ങളുടെ എല്ലാവിധ തെറ്റുകളും പൊറുത്ത് നാളെ ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണം നാഥാ. ഞങ്ങളേറെ ഭാവികളാണ് നാഥാ. എന്തത്, പോലീസോ? ഷഫീഖിന്റെ വീട്. എന്താ സാറേ പ്രശ്നം? അല്ല, പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും മതപരമായിട്ടുള്ള ചടങ്ങ് നടക്കുവാണെങ്കിൽ നടക്കട്ടെ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. ഈ ഷഫീഖ് ഷംസുദ്ദീൻ ഞാനാ ഷഫീഖ്. ആഹാ, ഷഫീഖ് ആ പാസ്പോർട്ട് എടുത്തേ. സർ, പാസ്പോർട്ട് എന്തിനാ സർ? പറയാടോ, കണ്ണെടുക്ക്. ഇത് നടക്കുന്നൊന്നുമല്ല ചേട്ടാ. കൊണ്ടുപോടോ. നമ്മളാരാ? സുഹൃത്ത്. സാർ, എന്താ പ്രശ്നം? തന്റെ പേര്? അമീർ. 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 ഷഫീഖും അമീർ. സാർ, അപ്പൊ ഷഫീഖേ, എങ്ങനെ കാര്യങ്ങള്? നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ? സാറേ, ഇവന്റെ ഇന്ന് വിവാഹം നിശ്ചയോ സാറേ? സാർ, ഇവിടെ ഒരു ചടങ്ങ് നടക്കാം. സാറേ മാറിക്കടോ. സാർ മാറുന്ന്. നീ വന്നേ. സാർ, ഇവിടെ ഒരു ചടങ്ങ് നടക്കാം സാർ. ഷഫീഖ് വന്നേ. താനേ ഇപ്പൊ ഞങ്ങൾക്കൊരു വലിയ ചടങ്ങായിരിക്കും. എളുപ്പം വാ, പിടിച്ചു വന്നേ, കൊണ്ടുപോവാണേ. മാറിക്ക്. കേട്ടോ?